So, hello everyone. In the Kerala Startup Fest 2026 പോഡ്കാസ്റ്റിൽ മെയ്ഡ് ഇൻ കേരള പോഡ്കാസ്റ്റ് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഹാസിൻ മഹസൂലാണ്. വെൽക്കം യു സർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചോദിക്കാമെന്ന് വെച്ചാൽ ഈ ഒരു റാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബാക്കിലേക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം പോർട്ട്ഫോളിയോ ആണോ, അതല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിന് ഒരു മെന്ററിംഗ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണോ? വാട്ട്സ് എക്സാക്ട്ലി ദാറ്റ്? So RAC എന്ന് പറയുന്നത് റോയൽ എച്ച് കമ്പനീസ് ഇസ് ആക്ച്വലി എ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം. സത്യം പറയുകയാണെങ്കിൽ റീസെൻ്റ്ലി കഴിഞ്ഞ 2-3 വർഷത്തെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാറ്റ്സ് പ്രകാരം ഇന്ത്യയിലെ 95% അല്ലെങ്കിൽ 90-95% സ്റ്റാർട്ടപ്സും ഫെയിൽ ആവുകയാണ്. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ലൈക്ക് അതിലിപ്പം അല്ലെങ്കിൽ അത് പറയുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ പറയേണ്ടത് ഇപ്പം റീസെൻ്റ്ലി ഇവിടെ എൻ്റെ മുമ്പ് ഇരുന്ന് സംസാരിച്ച സ്പീക്കറൊക്കെ ഒരുപാടധികം പറയണ്ടായി, അല്ലെങ്കിൽ നമ്മൾ ഈ ത്രൂ ഔട്ട് സെഷൻസിൽ നമ്മൾ കേൾക്കണ്ടായി. സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഓൺടർപ്രനർ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഓണർ, CEO എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ്. ലൈക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് അധികമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെർമിനോളജിയാണ്. ഇറ്റ്സ് ബിക്കോസ് ലൈക്ക് എനിക്കൊരു 9 to 5 ജോബ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ 9 to 5 ഒരാളെ കീഴിൽ വർക്ക് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 10th, 12th അല്ലെങ്കിൽ അങ്ങനത്തെ പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളുകൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് ഞാനും അതിന്റെ ആളാണെന്ന് പറഞ്ഞ് സ്വന്തം നിലയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ട് ഓൺടർപ്രനിയർ എന്ന് പറഞ്ഞ് ടാഗ് ചെയ്താണ്ട് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്ന സമയമാണ്. സോ ഇത്തരത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻസ്, അത് കൂടാതെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാർട്ടപ്സും നിലവിലുണ്ട്. 2 കാറ്റഗറിയിലും നല്ല സ്റ്റാർട്ടപ്സ് ഇന്ത്യയിൽ നിലവിലുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ 95% ഫെയിൽ ആവെന്ന് പറയുമ്പോൾ ഈ 2 കാറ്റഗറീസും 2ലുള്ള ആൾക്കാരും ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം യൂണിക്കോൺ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്സ് വരെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഒരു സ്ട്രക്ചറൽ അപ്രോച്ച് ഇല്ലാത്തതുകൊണ്ടാണ് സ്റ്റാർട്ടപ്സ് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഹസ്ലിംഗ് കൾച്ചറിനെ അല്ലെങ്കിൽ ഭയങ്കര ഹസ്ൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഹസ്ലിങ്ങിനെ സെലിബ്രേറ്റ് ചെയ്തിട്ട് എൻഡ് ഓഫ് ദ ഡേ കയ്യിലൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ആക്ച്വലി 95% ഫെയിലിയർ വരുന്നത്. ഇവിടെ റാക്ക് വരുന്നത് ആ സോഷ്യൽ കോസിനെ സോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ അതിനൊരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് റാക്ക് വരുന്നത്. സോ അവിടെ വി പ്രൊവൈഡ് ദം എ സ്ട്രക്ചറൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഫോർ ദം. ലൈക്ക് എന്താ പറയുക, നമ്മൾ സ്റ്റാർട്ടപ്സിന് നിങ്ങൾ ചോദിച്ച മാതിരി ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ കമ്പനിയാണോ, അല്ലെങ്കിൽ കോ വർക്കിംഗ് സ്പേസ് ആണോ, അല്ലെങ്കിൽ മറ്റു വേറെ രീതിയിലേക്കുള്ള എന്തെങ്കിലും ആക്സിലറേറ്റർ VC പ്രോഗ്രാംസ് ആണോ എന്ന് ചോദിക്കുമ്പം റാക്ക് സത്യം പറഞ്ഞ ഒരു വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് പ്രോജക്റ്റ് ആയിരുന്നു. മുന്നേ കെട്ടുപരിചയം ഇല്ലാത്ത അല്ലെങ്കിൽ മുന്നേ വേറെ ആരും പറഞ്ഞ് ഫലിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പ്രോജക്ട് കോൺസെപ്റ്റ് ആയിട്ടാണ് റാക്ക് മുന്നോട്ട് വരുന്നത്. ഇറ്റ്സ് ലൈക്ക് ഒരു എക്കോ സിസ്റ്റം, ഒരു എന്താ പറയുക, ഒരു ഫ്രെയിം വർക്ക് ആണ് നമ്മൾ അവിടെ ഡെലിവർ ചെയ്യുന്നത്. സോ ലൈക്ക് സ്റ്റാർട്ടപ്സിന് കാര്യം പോട്ടെ, നമുക്ക് ജീവിക്കാൻ എന്തൊക്കെയാണ് വേണ്ടി? സോ മേ ബി എന്തൊക്കെയാണ് നമ്മൾ അവിഭാജ്യമായി ജീവിക്കാൻ വേണ്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മണി എന്നുള്ളതിനെക്കാട്ടിയും വായു, വെള്ളം, ഭക്ഷണം, ഈ 3 കാര്യം ഭയങ്കര അവിഭാജ്യമായ സാധനമാണ്. അതേപോലെ ഒരു സ്റ്റാർട്ടപ്പിന് വിജയിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? ലൈക്ക് കോൺഫിഡൻസ്, അതൊക്കെ ഫൗണ്ടർക്ക് ഉണ്ടാവേണ്ട ഒരു ഇൻബോൺ ടാലന്റ് എന്നുള്ളതാണ്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് വേണം, മെന്റർഷിപ്പ് വേണം, നല്ല സ്ട്രോങ് ടീം വേണം. സോ ഈ 3 സംഗതികളും ഒരു പ്ലാറ്റ്ഫോമിൽ അത്രയും അടിപൊളിയായിട്ട് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ സ്ട്രക്ചറും നമ്മളുടെ നാട്ടിലേക്ക് ഇറക്കിക്കൊണ്ട് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് റാക്ക്. മേ ബി വരും ക്വസ്റ്റ്യൻസിൽ നമുക്ക് വിശദമായിട്ട് റാക്കിനെ പരിചയപ്പെടാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. ഗ്രേറ്റ്. അപ്പോൾ ശരിക്കും ഓഡിയൻസ് ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ഉള്ള കാര്യമാണ് ഇതിന്റെ സ്ട്രക്ചറൽ അപ്രോച്ച് എങ്ങനെയാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഭയങ്കരമായിരിക്കും. ഓക്കെ ഫൈൻ. ലൈക്ക് സോ മേ ബി ആ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചോടുന്ന് കണ്ടിന്യൂ ചെയ്യാം. സോ റാക്ക് എന്ന് പറയുന്നത് റാക്കിന്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആണ് റാക്ക് ടവർ എന്ന് പറയുന്നത്. വി ആർ ബിൽഡിംഗ് 10 floor ടവർ അറ്റ് കോഴിക്കോട് തൊണ്ടയാടിൽ കോപ്പഫോളിയോ ഹോട്ടലിന് പുറത്തുള്ള ഒരു 10 floor ബിൽഡിംഗ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട്. സോ അവിടെ ഒരു സ്റ്റാർട്ടപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ് സ്റ്റാർട്ടിങ് ഫ്രം ദർ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, മാർക്കറ്റിംഗ്, വാട്ട് എവർ, ലൈക്ക് എന്താ ഒരു ബിസിനസ്സിന് വേണ്ട എല്ലാ സാധനവും, ഇപ്പം ടെക്നോളജി സപ്പോർട്ട് ആവട്ടെ, R&D സപ്പോർട്ട് ആവട്ടെ, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ആവട്ടെ, അങ്ങനെ എല്ലാ സെറ്റപ്പും സ്ട്രക്ചറും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തു തന്നിട്ടുണ്ട്. സോ അത് തന്നെയാണ് റാക്കിന് നേരത്തെ നിങ്ങൾ ചോദിച്ച പോലത്തെ കമ്പനീസിന് ഡിഫറെന്റ് ആക്കുന്നത്. സോ ലൈക്ക് അവിടുന്ന് ചെറിയൊരു ഹൈറാർക്കി എക്സ്പ്ലെയിൻ ചെയ്തത്. വി ഹാവ് ഗോട്ട് ഇറ്റ് സെറ്റ് ദാറ്റ് ഒരു ബിസിനസ് റൺ ചെയ്യാൻ 8 ഡിപ്പാർട്ട്മെന്റ്സ് മാൻഡേറ്ററി ആയിട്ട് വേണമെന്നാണ് പറയപ്പെടുന്നത്. ഓപ്പറേഷൻസ്, സെയിൽസ്, HR വഗേറ 8 ഡിപ്പാർട്ട്മെന്റ്സ് വേണമെന്നാണ് പറയപ്പെടുന്നത്. സോ വി ആർ ഓൺബോർഡിംഗ് 8 ഡിപ്പാർട്ട്മെന്റ്സിലും വി ഹാവ് ഗോട്ട് excellent mentors and excellent experts who have been qualified who have experience of 10 to 15 years
ഇൻ ദാറ്റ് സ്പെസിഫിക് ഡൊമൈൻ ഫ്രം ബിഗ് ഫോഴ്സ് കമ്പനീസ് ഓർ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഫൈലിൽ കീപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഈ സ്ട്രക്ചറിനെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് അവരാണ് നമ്മുടെ ബിസിനസിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നത്. അവർ നമ്മളുടെ സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിന്നിട്ട് സ്റ്റാർട്ടപ്സിന് ഡയറക്റ്റ് മെന്റർഷിപ്പ് കൊടുക്കുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. ആൻഡ് വി ഹാവ് ഗോട്ട് ഡീപ് റൂട്ടഡ് കമ്മ്യൂണിറ്റീസ് in these three things. Like we have got a community called RVC, RAC Visionary Council. So RAC Visionary Council നമുക്ക് നിലവിൽ 300+ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. സോ അതിൽ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിൽ ഓരോ ഡൊമൈൻസിലും ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഡൊമൈൻസിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ആൾക്കാരാണ് അതിൽ മെന്റർഷിപ്പ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നത്. സോ നിലവിൽ നമുക്കുള്ളത് EY-നും ഡിലോയിറ്റെന്നും BCG, മെക്കിൻസി, ഖത്തർ പെട്രോളിയം, IBM, വിപ്രോ, പേപാൽ, പിന്നെ വാട്ട് മ്യൂസിക്, സ്റ്റാർട്ടപ്പ് കൺസൾട്ടിങ്, ആക്വോ, അങ്ങനത്തെ കമ്പനീസിന്നൊക്കെ C-സ്യൂട്ട് പദവിയിൽ നിൽക്കുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ അതിന് സീനിയർ മാനേജേഴ്സ് ഒക്കെയാണ് നമ്മളെ RVC കൗൺസിലിനെ ഫ്യൂവൽ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഏത് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഏത് ഡൊമൈനിൽ വരുന്ന സ്റ്റാർട്ടപ്സിനും നമുക്ക് ഒരു മെന്ററിനെ പ്രൊവൈഡ് ചെയ്യാൻ വളരെ എളുപ്പം. സോ ഞാൻ വളരെ റീസെന്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ബയോമെഡിക്കൽ മീൻസ് ലൈക്ക് ഒരു മെഡിക്കൽ പ്ലസ് ടെക് എന്നുള്ള രീതിയിൽ ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റ് വരെ ഉണ്ടായി. സോ പ്രൊജക്ട് ഞാൻ ഇവിടെ പറയുന്നില്ല, മേ ബി നമ്മൾ പ്രൈവസി പോളിസിന്റെ ഭാഗമാണ്. സോ അവരെ സംബന്ധിച്ച് അവർക്ക് ഇന്ത്യയിൽ ഇല്ലാത്ത ടൈപ്പ് ഒരു രീതിയിലേക്കുള്ള ഒരു R&D പ്രോസസ്സിലൂടെ കടന്നു പോകണം. ബിക്കോസ് ഒരു സ്പെസിഫിക് റേഡിയേഷൻ എങ്ങനെ ഹ്യൂമൻ ബോഡിനെ ഹാം ചെയ്യോ ഇല്ല എന്നുള്ളതാണ് അവരെ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടേണ്ട റിപ്പോർട്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു PCOD റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. വുമന്റെ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസിനെ അല്ലെങ്കിൽ അതിന്റെ പ്രിഡിക്റ്റീവ് അനാലിസിസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. സോ നമ്മൾ ഓൾറെഡി നമ്മൾ RVC മെമ്പറായിട്ട് കിങ് ഫഹദ് സൗദി യൂണിവേഴ്സിറ്റിയിലെ ബയോമെഡിക്കൽ എഞ്ചിനീയർ ഉണ്ടായതുകൊണ്ട് നമ്മൾ അവരെ ഈസി ആയിട്ട് അവിടെ കണക്ട് ചെയ്ത് കൊടുത്തു. ആൻഡ് ദേ ഹാവ് ഗോട്ട് ദ ഇന്റർനാഷണൽ ആക്സസ് ആസ് വെൽ. അവർ ആ യൂണിവേഴ്സിറ്റിന്റെ സീനിയർ അക്കാഡമിക് എന്താ പറയുക സീനിയർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എങ്ങാണ്ടാണ് ഇവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു സൈഡിൽ ആ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ആൻഡ് അനദർ സൈഡ് വി ഹാവ് ഗോട്ട് an excellent pool of investors as well. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു എക്സലന്റ് പൂൾ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇൻ ഓർഡർ ലൈക്ക് നമ്മളെ സിസ്റ്റത്തിൽ നിന്നും ഒരു കമ്പനിക്ക് ഗ്രോ ചെയ്യണതിന് ഒരു പരിമിതി ഉണ്ടാവും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരു എക്കോ സിസ്റ്റത്തിൽ നിന്നും ഒരു പരിധിയിലാണ് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുള്ളൂ. ആൻഡ് നമ്മൾ അത് എൻകറേജ് ചെയ്യുന്നുള്ളൂ. ഒരു പരിധിയിൽ മുകളിൽ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പരിധിക്ക് മുകളിൽ എത്തിയിട്ടുള്ള കമ്പനീസ് നമ്മൾ അവിടെ ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. സോ അപ്പാർട്ട് ഫ്രം ലൈക്ക് അതിന് വളർന്ന് മുകളിലെത്തുന്ന കമ്പനീസിനെ അവർക്ക് പിന്നെ നെക്സ്റ്റ് ലെവൽ ഫണ്ടിങ് കിട്ടാനും അവർക്ക് പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ അത്തരത്തിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഏഞ്ചൽ നെറ്റ്വർക്ക് കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ആൻഡ് തേർഡ് തിങ് നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള യങ് ഓണ്ടർപ്രണർഷിപ്പ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി അഗെയിൻ നമുക്ക് വേറെയുണ്ട്. സോ നമുക്ക് വളരെ സ്കിൽഡ് ആയിട്ടുള്ള വളരെ പാഷനേറ്റ് ആയിട്ടുള്ള HR സപ്ലൈക്ക് എന്താ പറയാ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽഡ് ടീമിനെ പ്രൊവൈഡ് ചെയ്യണം നമുക്കിവിടെ ഇതുണ്ട്. സോ ഒരു സ്റ്റാർട്ടപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു കൊടക്കീഴിൽ എത്തിക്കുക. അപ്പം സോ വൈ ഡു വി ഗോ ടു എ മോൾ? നമ്മളൊരു മോളിലേക്ക് പോകണം എന്തിനാണ്? ഒരു സാധനം വാങ്ങാൻ പോകണ നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോ ഓൺ എ വീക്കെൻഡ് ഈവനിങ് നമുക്ക് കുറെ സാധനം വാങ്ങാനുണ്ട്, നമുക്കൊരു മൂവിക്ക് പോകണം എന്നുള്ള പ്ലാൻ വരുമ്പോഴാണ് അങ്ങാടി കിടന്ന് കറങ്ങാതെ വി കൻ ഗോ ടു ദാറ്റ് മോൾ. സോ വിൽ ഗെറ്റ് എവറിഥിങ് ഫ്രം ദർ. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. സോ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് പറയുകയാണെങ്കിൽ റാക്ക് ഈസ് എ മോൾ ഫോർ സ്റ്റാർട്ടപ്പ്. സോ എവറിഥിങ് അണ്ടർ വൺ റൂഫ്, എല്ലാ ഫെസിലിറ്റീസും അത് കിട്ടും. അത് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ തന്നെ അവർക്ക് അതിനെ സോർട്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ ഒരു വളരെ ബ്രീഫ് ആയിട്ട് പറയാൻ നമ്മുടെ ഒരു. സോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര താങ്ക്സ് പറയാണ്. കാരണം ഇനി വരുന്ന സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര റോൾ മോഡൽ ആയിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നത്, ഹാസിൻ മഹസൂൽ. സോ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. സോ ഓഡിയൻസിലേക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ പേര് ഷാഫി. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് അവിടെ കയറിയത്. പിന്നെ ഞാൻ അപ്പോഴാണ് അറിയുന്നത് സ്റ്റാർട്ടപ്പിനുള്ള എല്ലാ ഫെസിലിറ്റീസും ചെയ്തെടുക്കുന്ന കമ്പനിയാണ് റാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത്തെ ഒരു ഐഡിയ സ്റ്റേജിലുള്ള ഒരാൾക്ക് നിങ്ങൾ എങ്ങനെയാണ് നമ്മളത് ട്രീറ്റ് ചെയ്യണമെന്ന് അറിയണം. ഓക്കെ, സോ ഐഡിയ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്തൂസിയസ്റ്റ് അല്ലെങ്കിൽ നല്ല ഐഡിയ ഉള്ള ആൾക്കാർക്ക് നമ്മളെ വെബ്സൈറ്റിൽ കയറി rackstartup.com കയറി കഴിഞ്ഞാൽ പോർട്ടൽ ഉണ്ട്. സോ യു കൻ അപ്ലൈ ഇൻ ദാറ്റ് പോർട്ടൽ. സോ ഒരു യൂഷ്വൽ ഫോം ഫില്ല് ചെയ്യണത് പോലെയല്ല നമ്മൾ ആ പോർട്ടൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ആ പോർട്ടൽ ഈസ് ലൈക്ക് ഒരു 10 സ്റ്റേജിൽ ഒരു 100ഓളം ക്വസ്റ്റ്യൻസിന്റെ അടുത്തുണ്ടാവും. ആൻഡ് ആ 100ഓളം ക്വസ്റ്റ്യൻസ് ഫിൽ ചെയ്യുന്ന സമയത്ത് തന്നെ യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ ഓൺ ബെറ്റർ പിക്ചർ ഓൺ യുവർ ഐഡിയ. ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് റൺ ചെയ്യാൻ പോകണം എന്നുള്ളതിന്റെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. മേ ബി നിങ്ങൾ ചിന്തിക്കാത്ത വശങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് ആ ക്വസ്റ്റ്യനർ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യൽസ് എന്തായാലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അതിന് കുറച്ച് ഒബിയസ്ലി കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു 4 ലെയർ
സ്ക്രൂട്ടിനി പ്രൊസീജിയർ ആണ് നമുക്കുള്ളത്. സോ ഫസ്റ്റ്ലി നമ്മളുടെ ഒരു എക്സ്പെർട്ട് ടീം അതിനെ സ്ക്രൂട്ടിനി ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ RVC മെമ്പേഴ്സ്, ഇപ്പം നിങ്ങളൊരു സ്പെസിഫിക് ഡൊമൈൻ എന്നാണ് വരുന്നത്. ഉദാഹരണം പറയാൻ നിങ്ങൾ F&B സ്റ്റാർട്ടപ്പ് ആണ്, ഫുഡ് ആൻഡ് ബീവറേജിലുള്ള സ്റ്റാർട്ടപ്പ് ആണെന്ന് വിചാരിക്കാം. സോ നമ്മളിൽ ഉള്ള RVC മെമ്പർ ഫുഡ് ആൻഡ് ബീവറേജിലുള്ള എക്സ്പെർട്ടിന്റെ അടുത്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടപ്പ് ഈ ആപ്ലിക്കേഷൻ അങ്ങോട്ട് ഷെയർഡ് ആവും. അവിടെ അവർ റിവ്യൂ ചെയ്തിട്ട് അവരുടെ ഒരു ഗൈഡൻസ്, നമ്മൾ ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പിനെ ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്യൂല. സോ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾ ബെറ്റർ ആക്കേണ്ടത്, ഏതൊക്കെ രീതിയിലേക്കാണ് അതിൻ്റെ ഇതാക്കേണ്ടത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ നൽകും. ഇഫ് അറ്റ് ഓൾ സെലക്ടഡ് ആണ് നെക്സ്റ്റ് റൗണ്ട് നമ്മൾ കൺസൾട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കൺസൾട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിനെ വളരെ ഒന്നുകൂടി നല്ല രീതിയിൽ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് പിന്നെ ഫൈനൽ ഓൺ ബോർഡിംഗിലേക്ക് എത്തുക. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വെബ്സൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എവിടെയാണെന്നുള്ളതൊക്കെ. ബട്ട് അറ്റ്ലീസ്റ്റ് ഇപ്പം സെലക്ടഡ് ആയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പിനെ ഔട്ട്റൈറ്റ് റിജക്ട് ചെയ്ത് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല. ബിക്കോസ് വി ഹാവ് ബിൽഡ് ദ whole system for people like who are in എന്താ പറയാ സ്റ്റാർട്ടപ്സിൽ അത്രയും ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ മൊത്തം സിസ്റ്റം തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അപ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് കിട്ടും. അതും ടോപ്പ് നോച്ച് മെന്റേഴ്സിന്റെ അടുത്ത് നിന്നുള്ള റെസ്പോൺസസ് കിട്ടാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ നമ്മൾ ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടായേക്കാം. ഇതിപ്പം എങ്ങനെയാണ് മറ്റു VCs അല്ലെ മറ്റു ആക്സിലറേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ട്രക്ചറും ഫ്രെയിംവർക്കും ആണ്. അപ്പൊ നമ്മളെ ഒരാൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻസൈറ്റ് വിൽ ബി ഫ്രം ടോപ്പ് നോച്ച് സിസ്റ്റംസ്, ലൈക്ക് ഏറ്റവും അടിപൊളിയായിട്ട് റൺ ചെയ്തു പോകുന്ന കമ്പനീസിന്റെ സിസ്റ്റത്തിന്റെ പ്രകാരമാവും നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കുക. സോ ആ തോട്ട് പ്രോസസ്, അപ്പം ആ അപ്ഡേറ്റ്സ് വരുത്തുമ്പോൾ തന്നെ പ്രൊഡക്റ്റില് ഒരുപാട് ഡെവലപ്മെന്റ്സ് സംഭവിച്ചേക്കാം. ലൈക്ക് അതിനെ വേറെ റേഞ്ചിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രക്ചർ സഹായിക്കും. നമസ്കാരം. ലാസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളൊരു IT പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. IT പ്രോജക്റ്റ് അത് ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിങ്ങിനുള്ളതാണ്. സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു 5 CR ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു ലോഞ്ച് മാർച്ചോടുകൂടെ സോഫ്റ്റ് ലോഞ്ചിനുള്ള പദ്ധതികൾ ഒരുങ്ങുകയാണ്. അപ്പോൾ ഫിനാൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റേജ് ആവുള്ളൂ. ഏകദേശം 2019 മുതൽ പ്രൊജക്റ്റ് ട്രയൽ റണ്ണും ടെസ്റ്റും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് മാർച്ചിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള ഒരു ഒരുക്കമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഹയറിംഗ് ആൻഡ് ഫണ്ടിംഗ് ആണ് ആവശ്യം. അതിന് എത്രത്തോളം ബാക്കിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും? വി ആർ സീരിയസ്ലി ലുക്കിംഗ് ഫോർ സപ്പോർട്ടിങ് യു. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മളെ പോർട്ടലിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓർ യു ക്യാൻ ഡയറക്ട്ലി കണക്ട് മീ, ലൈക്ക് ഐ ക്യാൻ ഗൈഡ് യു ദ ഫർദർ സ്റ്റെപ്സ്.